നിന്റെ ഈ ചങ്കുണ്ടല്ലോ ഇവിടെ കിടന്ന് പൂത്തിരി കറങ്ങുന്ന പോലെ കറക്കും ഞാൻ. കൊണ്ടുപോയി ജീവിക്കല്ലോ. ശരി സാർ. കോടതിയിലേക്ക് കൊണ്ടുവന്ന പ്രതിയെ കളക്ടർക്ക് മുന്നിൽ സംസാരിപ്പിച്ചിട്ട് കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ല. ഞാൻ കളക്ടറായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടാ. ഭാര്യയ്ക്ക് ഭർത്താവിനെ വന്ന് കാണാനും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അത് തടയാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് യാതൊരു അവകാശവുമില്ല. പിന്നെ ജാമ്യാപേക്ഷയുടെ കാര്യങ്ങൾ അറിയാൻ കുറ്റം ആരോപിക്കപ്പെട്ടയാൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് തടയാനും സാധ്യമല്ല. മേഡം, പ്രതിയെ കോടതിയിൽ സമയത്തിന് എത്തിക്കേണ്ടത് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ ജാമ്യം കിട്ടുകയില്ല എന്ന കാര്യം അത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. ജാമ്യം കിട്ടാതിരിക്കാൻ ഇതാളെ കൊല്ലുന്ന കേസൊന്നും അല്ലല്ലോ. മാത്രമല്ല, ഒന്നാം പ്രതിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് വിഷ്ണുവേട്ടനും അല്ല. പിന്നെ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അതും വിഷ്ണുവേട്ടനല്ല. തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചവനെ നിങ്ങൾക്ക് പിടിക്കാനും കഴിഞ്ഞിട്ടില്ലല്ലോ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന പഴയ കുട്ടമ്പിള്ള പോലീസിന്റെ മുട്ടാപ്പ് നിയമം കോടതി മുഖവിലയ്ക്ക് എടുക്കുകയില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വിഷ്ണുവേട്ടന്റെ ജാമ്യം നിഷേധിക്കാൻ പറ്റും? പിന്നെ ആ പെൺകുട്ടിയെ വിഷ്ണുവേട്ടൻ മാറ്റി നിർത്തിയത് അത് അവളുടെ ഭർത്താവിന്റെ ആവശ്യപ്രകാര. അവര് നിയമപരമായി കല്യാണം കഴിച്ചവരാ. ആ പെൺകുട്ടി എങ്ങാനും കോടതിയിൽ വന്ന് സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞ വാദി പ്രതിയാവും. ഇനി ഇതല്ല, ജാമ്യം മനഃപൂർവ്വം കിട്ടാതിരിക്കാൻ മറ്റു വല്ലതുമാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ മിസ്റ്റർ ACP, നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും. അതിനുള്ള വകുപ്പുകൾ ഞാൻ എന്റെ വക്കീലിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചോളാം. മേഡം, ഇത് മാത്രമല്ല കേസ്, പുറകെ ഇനിയും വരുന്നുണ്ട് ഇവരെ പൂട്ടാൻ വരുന്ന കേസ്. ഓ, ഓട്ടോറിക്ഷയിലെ സ്വർണ്ണ കേസല്ലേ? അതെടുത്തത് വിഷ്ണുവേട്ടനല്ല. മാത്രമല്ല, ആ ദുർബലമായ വലയിൽ വിഷ്ണുവേട്ടൻ വീഴുകയില്ല. കാരണം അതില് കഴമ്പില്ല. അതുകൊണ്ട് അതിന് വെച്ച വെള്ളം ACP ചന്ദ്രബോസ് സാറങ്ങ് വാങ്ങി വെച്ചേരെ. പിന്നീട് ചിലപ്പോ ഉപകാരപ്പെടും. വിഷ്ണുവേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ഇതൊന്നും ഒരു കേസേ അല്ല. വിഷ്ണുവേട്ടൻ ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ഇവിടുന്ന് പുറത്തിറങ്ങും. ഇല്ലെങ്കിൽ ഞാൻ ഇറക്കും. ഇതെന്റെ വാക്കാ.